അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1378, സൂറത്തു യൂസുഫ് 23 മുതൽ 29 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وراودته التي هو في بيتها. യൂസുഫ് നബി അലൈഹിസ്സലാം ഏതൊരു വീട്ടിലാണോ ഉള്ളത് ആ വീട്ടുകാരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചു. വഗല്ലഖത്തിൽ അബ്വാബ, അവർ വാതിലുകൾ അടക്കുകയും ചെയ്തു. വഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു ഹൈത്തലക്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാമിനോട്. ഖാല, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു മആദല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ അഭയം തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, നിശ്ചയം അല്ലാഹു എന്റെ നാഥനാണ്, അവൻ എനിക്ക് താമസ സ്ഥലം നന്നാക്കി തന്നവനാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, നിശ്ചയം അക്രമകാരികൾ വിജയിക്കുകയില്ല. വലഖദ് ഹമ്മത് ബിഹി, സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ തീരുമാനിച്ചു. വഹമ്മ ബിഹ, വശീകരിക്കാൻ തീരുമാനിച്ചാൽ അവരുമായി ശാരീരിക ബന്ധം പുലർത്താൻ തീരുമാനിച്ചു. വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് അനുകൂലമായി പ്രതികരിക്കാൻ കരുതുമായിരുന്നു. ലൗലാ അറഅ ബുർഹാന റബ്ബിഹി, തന്റെ നാഥന്റെ തെളിവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ. നാഥന്റെ തെളിവ് കണ്ടു, അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു ദുശ്ചിന്തയും കരുതിയതും ഇല്ല. കദാലിക, ഇപ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നാം രക്ഷപ്പെടുത്തിയത് നസ്രിഫ അൻഹു സൂഅ, അദ്ദേഹത്തെ തൊട്ട് ചീത്ത പ്രവർത്തനങ്ങൾ തിരിച്ചുവിടാനുമൽ ഫഹ്ശാ, തമ്മാടിത്തരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കാനുമാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മുടെ ആത്മാർത്ഥതയുള്ള അടിമകളിൽപ്പെട്ട ആളാണ്. വസ്തബഖൽ ബാബ, രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം പിൻഭാഗത്ത് നിന്ന് കീറുകയും ചെയ്തു. വാൽഫയ സയ്യിദഹ ലദൽ ബാബി, അങ്ങനെ വാതിലിന്റെ അടുത്ത് വെച്ച് അവർ രണ്ടുപേരും അവരുടെ നേതാവിനെ, അഥവാ ഖിത്ഫീർ എന്ന് പറയുന്ന മന്ത്രിയെ, സുലൈഖയുടെ ഭർത്താവിനെ കണ്ടുമുട്ടി. കാലത്ത്, ഭർത്താവിനെ കണ്ടതോടുകൂടെ ഭാര്യ ശൈലി മാറ്റിയിട്ട് അവർ പറഞ്ഞു,
അല്ലെങ്കിൽ ചോദിച്ചു, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, നിങ്ങളുടെ വീടരെ അഥവാ ഭാര്യയെ സംബന്ധിച്ച് തെറ്റായത് തീരുമാനമെടുത്ത അല്ലെങ്കിൽ ചിന്തിച്ച ആൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഇല്ലാ യുസ്ജന, അദ്ദേഹത്തെ ജയിലിലടക്കലല്ലാതെ ഔ അദാബുൻ അലീം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദനാജനകമായ ശിക്ഷകളല്ലാതെ മറ്റെന്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യയെ അനധികൃതമായി കടന്നുപിടിക്കാൻ ശ്രമിച്ച ആൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന ഒരു ശുപാർശ പോലെ അവരവിടെ വെച്ച് പറഞ്ഞു. പറഞ്ഞപ്പോൾ കാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി, അവരാണ് എന്നെ ഇങ്ങോട്ട് വശീകരിക്കാൻ ശ്രമിച്ചത്, ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ, സുലൈഖയുടെ കുടുംബത്തിൽ നിന്ന് ഒരു സാക്ഷി സാക്ഷ്യം വഹിച്ചു. എന്ത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, രണ്ടാളും തമ്മിൽ ഓടിയപ്പോൾ കുപ്പായം കീറിയത് മുൻഭാഗത്ത് നിന്നാണെങ്കിൽ ഫസദഖത്ത്, സുലൈഖ പറയുന്നതാണ് ശരി. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹിസ്സലാം നുണ പറയുന്നവരിൽപ്പെട്ട ആളായിരിക്കും. ഇനി വൈൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, കുപ്പായത്തിന് കീറൽ സംഭവിച്ചത് പുറകിൽ നിന്നാണെങ്കിലോ ഫകദബത്ത്, സുലൈഖ പറയുന്നതാണ് നുണ. വഹുവ മിനസ് സാദിഖീൻ, യൂസുഫ് നബി അലൈഹിസ്സലാം സത്യം പറയുന്നവരിൽപ്പെട്ടവരുമായിരിക്കും. അങ്ങനെ ഫലമ്മാറ ആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, ഖിത്ഫീർ എന്ന മന്ത്രി കുപ്പായം പിൻഭാഗത്തുനിന്ന് കീറിയതായിട്ട് കണ്ടപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു മിൻ കൈദിക്കുന്ന, ഇത് നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്, സ്ത്രീകളുടെ. ഇന്ന കൈദക്കുന്ന അളീം, നിശ്ചയം നിങ്ങളുടെ കുതന്ത്രം വളരെ വലിയ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ നന്നായി കുതന്ത്രം മെനയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നർത്ഥം. യൂസുഫ് നബിയെ അയരുത് അൻഹാദ, നിങ്ങൾ ഇതിനെ തൊട്ട് തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഈ വിവരമൊന്നും ആരോടും പറയണ്ട, നിങ്ങളത് കുറ്റല്ല നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വസ്തഗ്ഫിരി ദംബിക്ക്, സുലൈഖയോട് പറഞ്ഞു, നിന്റെ ദോഷത്തിന്, നിന്റെ തെറ്റിന് നീ പടച്ചവനോട് പൊറുക്കലിനെ തേടണം, കാരണം ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, നീ അബദ്ധം പറ്റിയവരിൽപ്പെട്ടയാളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാക്കമാര് തന്നെ ചതിച്ച് കൊണ്ടുപോവുകയും അങ്ങനെ കിണറ്റിലിടുകയും അവിടെ കിടന്ന് മരിക്കുമെന്നവർ കണക്കുകൂട്ടുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ കൊലയിൽ നിന്നും അതേപോലെ കിണറിന്റെ ദുരിതത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തി ഈജിപ്തിലെ സുഖസൌകര്യങ്ങളോടുകൂടെയുള്ള വീട്ടിൽ, മന്ത്രിയുടെ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സംവിധാനവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും മറ്റു വൈജ്ഞാനിക മേഖലകളിലെല്ലാം വലിയ നേതൃത്വ പദവിയുമൊക്കെ അല്ലാഹു തആല നൽകിയെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അതോടൊപ്പം ഇനി അല്ലാഹു പറയുന്നത് ഇവിടെ സുലൈഖ ബീവി എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമെ താമസിച്ച വീട്ടിലെ, അതായത് ഖിത്ഫീർ എന്ന് പറയുന്ന മന്ത്രിയുടെ വീട്ടിലുള്ള പരീക്ഷണവും, ആ പരീക്ഷണം ഉണ്ടായപ്പോൾ വിറങ്ങലിച്ചു നിൽക്കാതെ ധർമ്മബോധം സംരക്ഷിച്ചുകൊണ്ട് അരുതായ്മകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായപ്പോഴും ആരും അറിയാത്ത വിധത്തിൽ തെറ്റു ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് വന്നു കിട്ടിയപ്പോഴും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ അത്തരം തെറ്റുകളിലേക്ക് പോവില്ല എന്ന് തീരുമാനമെടുത്തതും, അതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടാൽ പോലും ആ ജയിലറയാണ് ഞാൻ, ഇവരീ ആവശ്യപ്പെടുന്ന തിന്മകളെക്കാൾ എനിക്കിഷ്ടം എന്ന് പ്രഖ്യാപിച്ചതും അടക്കമുള്ള സംഗതികളാണ് ഈ ചരിത്രത്തിന്റെ ഗുണപാഠമായി, അഥവാ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റങ്ങളിൽ നിന്ന് കുറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ശൈലിയല്ല വിശ്വാസികൾ സ്വീകരിക്കേണ്ടതെന്നും, തെറ്റുകൾ ചെയ്യാൻ എത്ര തന്നെ അനുകൂല അവസരങ്ങൾ കടന്നു വന്നാലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവന്റെ പൊരുത്തത്തിന് വിഘാതമാകും ഇതെന്നും മനസ്സിലാക്കി തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുന്ന ശൈലിയും സ്വഭാവവുമാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത്. തെറ്റിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നവർ എത്ര ഉന്നതന്മാരായാലും ആ തെറ്റിന് നമ്മൾ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവരെ നമ്മളെ വല്ലാത്ത വിധത്തിൽ ഉപദ്രവിക്കുമെന്ന് കണ്ടാലും ആ തെറ്റിന് വഴങ്ങിക്കൊടുക്കാനുള്ള ന്യായങ്ങളൊന്നുമില്ല. തെറ്റിന് വഴങ്ങാത്തതിന്റെ പേരിൽ നമ്മുടെ പേരിൽ ഒരു പക്ഷെ അവർ കള്ളക്കേസ് കൊടുത്തേക്കും, കുപ്രചരണങ്ങൾ നടത്തിയേക്കും. എന്നാൽ ആ കുപ്രചരണങ്ങളുടെ കാർമേഘങ്ങളെല്ലാം കുറച്ചുകാലം ഇരുള് പരത്തി തെറ്റായ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അവസരമുണ്ടായാൽ പോലും ആ കാർമേഘങ്ങളെല്ലാം നീങ്ങി തെളിഞ്ഞ ആകാശം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ
ഈ സംഗതികളുടെ നിജസ്ഥിതിയും സത്യാവസ്ഥയും ബോധ്യപ്പെട്ട് ഏറ്റവും വലിയ പരിശുദ്ധിയോടുകൂടി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള അവസരവും സാഹചര്യവും അല്ലാഹുതആല വിശ്വാസിക്ക് നൽകും. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒക്കെ തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നുകൂടി ഈ ചരിത്രത്തിന്റെ ഗുണപാഠം നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ, വറാവദത്തുഹുല്ലത്തി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. യൂസുഫ് നബി അലൈഹിസ്സലാം ഏതൊരു വീട്ടിലാണോ ഉള്ളത് ആ വീട്ടുകാരി തന്നെ ഇങ്ങോട്ട് വശീകരിക്കാൻ ശ്രമിച്ചു. സുലൈഖ ആണത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട ജലാലൈനി പറഞ്ഞതുപോലെ തലബത്തു മിൻഹു യുവാഖിഅഹ, അവരുമായി ശാരീരിക ബന്ധം പുലർത്താൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ക്ഷണിച്ചു. വഅല്ലഖത്തിൽ അബ്വാബ, അതിനുവേണ്ടി വീടിന്റെ വാതിലുകളെല്ലാം അവരടച്ചു. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും ഞാനും നീയും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടായാൽ ഇത് പുറംലോകം അറിയില്ലെന്നും വളരെ സേഫാണ് എന്നും നമുക്ക് സന്തോഷിക്കാം സുഖിക്കാം എന്നുമൊക്കെയുള്ള ആ ഒരു മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി വാതിലുകളെല്ലാം അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് വക്കാലത്ത് ആ സുലൈഖ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഹൈത്തലക്, ഇങ്ങോട്ട് വാ, എന്റെ കിടപ്പറയിലേക്ക് എന്റെ വിരിപ്പിലേക്ക് വാ എന്ന് പറഞ്ഞു. ഇത്രയും അനുകൂല സാഹചര്യത്തിൽ ചോരയും നീരുമുള്ള ഒരു ചെറുപ്പക്കാരൻ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുന്നിൽ അകപ്പെട്ടിട്ട് അവർ അങ്ങോട്ട് ക്ഷണിക്കുന്ന സമയത്ത് പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഖാല മഅദല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, ഒരിക്കലും ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യാൻ എന്നെ കിട്ടില്ല. അതിനുള്ള രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇന്നഹു റബ്ബി, അള്ളാഹു ആവുന്നു എന്റെ നാഥൻ, എന്നെ സംരക്ഷിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാണ്. അഹ്സന മസ്വായ, എന്റെ ജീവിതം എന്റെ താമസം എല്ലാം നന്നാക്കിയത് അവനാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടോ ഞാനൊന്നും ചെയ്യില്ല എന്നാണ് ഒന്നുകിൽ ഇവിടെ അർത്ഥം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ എന്നതിന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. എന്റെ ഇപ്പോഴത്തെ ബോസ് അത് നിങ്ങളുടെ ഭർത്താവായ ഖിത്ഫീറാണ്. അദ്ദേഹം എനിക്കിവിടെ മാന്യമായ താമസ സൗകര്യം ഒരുക്കി തന്നു, എനിക്കിവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു. ജീവിതം ചോദ്യചിഹ്നമായ ഒരു ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും സേഫായ ഒരു ഇടം താമസത്തിന് നൽകിയ ആ നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യന്റെ ഭാര്യയെ തന്നെ കയറിപ്പിടിച്ച് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുന്ന ശൈലി സ്വീകരിക്കുന്ന നന്ദി കെട്ടവനാവാൻ എനിക്ക് പരിപാടിയില്ല എന്നും ഇവിടെ വ്യാഖ്യാനമുണ്ട്. ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞാൽ ആ രാജാവിലേക്ക് പിന്നെ അസീസ് എന്ന് പറയുന്ന ഖിത്ഫീറിലേക്ക് മന്ത്രിയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണെന്നും അഭിപ്രായമുണ്ട്. അള്ളാഹുവിൽ കാവല് തേടിക്കൊണ്ട് തനിക്ക് സൗകര്യങ്ങൾ ചെയ്ത മന്ത്രിയോട് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ ഓർക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്കിവിടെ നല്ല സൗകര്യം ഒരുക്കി തന്നതാണ്. അതുകൊണ്ട് ഫല അഖൂലുഹു ഫി അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയില്ല. അള്ളാഹുവിന് എന്റെ ഇഷ്ടത്തിന് എതിരായി നിൽക്കുകയില്ല എന്നും എനിക്ക് സൗകര്യം ചെയ്തെന്ന എന്റെ ലോക്കൽ ഗാർഡിയൻ അദ്ദേഹത്തിന് ഞാൻ വഞ്ചിക്കുകയില്ല എന്നും ഇവിടെ അർത്ഥമുണ്ട്. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു, കാരണം ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല. ഈ വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് കടുത്ത അക്രമമാണ്, ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ഇത് ചെയ്യുന്ന ആളുകൾ മോശക്കാരാവുമെന്ന് മാത്രമല്ല ആ ആളുകളുടെ കുടുംബങ്ങളിലേക്ക് പോലും അതിന്റെ ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം, അതിന്റെ വിഷമകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് വരെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മഹാ അക്രമമാണ്, അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. വലഖദ് ഹമ്മത്ത് ബിഹി, എന്നാൽ തീർച്ചയായും സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉറച്ചു തീരുമാനമെടുത്തിരുന്നു ഞാൻ അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്ന്. വഹമ്മ ബിഹ ലൗല അർറഅ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമും അങ്ങനെ ചെയ്താൽ എന്താണെന്ന് കരുതുമായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടു. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ കരുതിയതേയില്ല എന്നാണ് ഇവിടെ ധാരാളം വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലെ ഏത് വ്യാഖ്യാനങ്ങൾ എടുത്തു പരിശോധിച്ചാലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവർ മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. അവർ പാപസുരക്ഷിതരാണ് എന്ന് പറയുന്ന അടിസ്ഥാന തെളിവുകൾക്ക് യോജിക്കുന്നതും
അതിനോട് അനുകൂലമായ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതുമായിട്ടുള്ള വ്യാഖ്യാനങ്ങളെ മാത്രം നമ്മൾ സ്വീകരിക്കുകയും അല്ലാത്ത അഭിപ്രായങ്ങളെല്ലാം നമ്മൾ തൽക്കാലം മാറ്റിവെക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറ്റവാളിയാക്കുന്നതോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള തീരുമാനമെടുത്തു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതൊന്നും ശരിയായ നിലപാടല്ല. മറിച്ച് ഈ വിഷയത്തിൽ പരമാവധി പറയാവുന്നത് ഇത്രയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ അർത്ഥം വെച്ച് യാതൊരു പ്രശ്നവുമല്ല. കാരണം എന്താ, വഹമ്മ ബിഹ അത് വേറൊരു സെന്റൻസ് ആണ്. വലഖദ് ഹമ്മത്ത് ബിഹി എന്ന് പറഞ്ഞത് അവിടെ അവസാനിച്ചു. സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു, ഉറച്ച തീരുമാനമെടുത്തു, അതിനെന്തു ചെയ്യണമെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ വഹമ്മ ബിഹ അവരെ സംബന്ധിച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ അനുകൂലമായ അവസ്ഥകളെക്കുറിച്ച് തോന്നാമായിരുന്നു. ലൗല അർറഅ ബുർഹാന റബ്ബിഹി, തന്റെ നാഥന്റെ തെളിവുകൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ. പക്ഷെ അള്ളാഹുവിന്റെ തെളിവുകൾ കണ്ടു. അതോടുകൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനത്തെ കരുതുക എന്ന ചിന്തയിൽ നിന്ന് പോലും പുറകോട്ട് മാറി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് നമ്മൾ ചിന്തിക്കാം. ഇനി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ഇവരിപ്പോ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ തൽക്കാലം ഇവരോടൊന്ന് സഹകരിച്ചു കൊടുത്താലോ എന്ന തോന്നൽ മനസ്സിൽ വന്നു എന്ന് ഹമ്മ എന്നതിന് അർത്ഥം വെച്ചാൽ പോലും അത് എന്തല്ല, അത് കുഴപ്പമുള്ള സംഗതിയല്ല. കാരണം എന്താ, മനസ്സിൽ വരുന്ന തോന്നലുകൾക്ക് ശിക്ഷയോ അല്ലെങ്കിൽ കുറ്റമോ ഇല്ല എന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. വേണമെങ്കിൽ അത്തരമൊരു വ്യാഖ്യാനം വെക്കാം. പക്ഷേ ഈ പറഞ്ഞ ഇമാം ബഗവി തങ്ങൾ തന്നെ വിശദീകരിച്ച ഈ വ്യാഖ്യാനം അനുസരിച്ച്, അതായത് ഇവിടെ യഥാർത്ഥത്തിലുള്ളത് എന്താ, ഒരു തഖ്ദീം തഅഖീറിന്റെ ശൈലി. അതായത് ആദ്യം പറയേണ്ട സെന്റൻസ് അവസാനവും അവസാനം പറയേണ്ടത് ആദ്യവും പറയുന്ന, അത് അറബിയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അവതരണത്തിന്റെ ഒരു ശൈലിയിൽ വന്ന ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സെന്റൻസ് വരേണ്ടത് എങ്ങനെയാ, ലൗലാ അർറഅ ബുർഹാന റബ്ബിഹി ലഹമ്മ ബിഹാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കരുതുമായിരുന്നു. വലാകിന്നഹു റഅൽ ബുർഹാന, പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ തെളിവുകൾ കണ്ടു. ഫലം യഹുമ്മ, അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെറ്റായതൊന്നും കരുതിയില്ല. അപ്പൊ ഈ വ്യാഖ്യാനം അനുസരിച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു കുറ്റത്തിലേക്കും പോയിട്ടില്ല, ഒരു കുറ്റവും ചെയ്യാൻ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വത്തിന്റേതായിട്ടുള്ള രേഖകളെ അംഗീകരിക്കുന്ന ആ വ്യാഖ്യാനങ്ങളെ തന്നെയാണ് ഇത്തരം വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇനി പ്രവാചകൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് സംബന്ധമായി ധാരാളം വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം, വ്യഭിചാരം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള മ്ലേച്ഛമായ സംഗതിയാണ്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്ന ആയത്തുൾപ്പെടെയുള്ള സംഗതികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തത് എന്നൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ ഇവിടെ പറയുന്നുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിളീന കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ, സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു പറഞ്ഞ 111ാമത്തെ സൂക്തം. ആ ആയത്താണ് ഇവിടെ ഉദ്ദേശം എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു. അതായത് നിങ്ങൾ എന്ത് ചെയ്യണോ അല്ലാഹു തആല കാണുന്നുണ്ട്, അതൊക്കെ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട് എന്ന ആ ആയത്ത് കണ്ടതാണ് എന്ന അഭിപ്രായവുമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം എന്ന ആയത്ത് കണ്ടതാണ് എന്നും അഭിപ്രായമുണ്ട്. ഇനി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആകുന്ന പിതാവ്, ആ പിതാവ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും യൂസുഫെ ഇவ்விധത്തിലുള്ള അരുതായ്മകളിലേക്കൊക്കെ പോയാൽ നിന്റെ അഡ്രസ്സ് തെറിക്കും, അതുകൊണ്ട് അത്തരം സംഗതികളിലേക്ക് പോകരുത് എന്ന് പിതാവിന്റെ ഉത്ബോധനവും ഉപദേശവും ലഭിച്ചതാണ് എന്നും അടക്കം ധാരാളം വ്യാഖ്യാനങ്ങൾ ഇവിടെയുണ്ട്. ആ വ്യാഖ്യാനങ്ങൾക്കെല്ലാം ഇസ്ലാമികമായി പ്രമാണബദ്ധമായി തെളിയിക്കാവുന്നതുമാണ്. അതിനെല്ലാം സാധ്യതയുമുണ്ട്. എന്തായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അരുതായ്മയിലേക്ക് പോയിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, കദാലിക ലിനസ്രിഫ അൻഹു സുഅ വൽ ഫഹ്ശാ, ഇപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം അനുഗ്രഹം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും അതേപോലെ തന്നെ ആ മ്ലേച്ഛമായ സംഗതികളുമൊക്കെ ഇല്ലായ്മ ചെയ്യാനാണ്. അദ്ദേഹത്തിലുള്ള ആ തിന്മകളെ അദ്ദേഹത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനാണ് അല്ലാഹു തആല ഇത്രയും അനുഗ്രഹങ്ങൾ തനിക്ക് നൽകിയത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇനി വഹമ്മ ബിഹ എന്നതിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖയെ അടിക്കാൻ കരുതി എന്നും അഭിപ്രായമുണ്ട്. അടിക്കാൻ കരുതിയെന്നും ഇവിടെ മുഫസ്സിറുകൾ അഭിപ്രായം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ തോന്നിയാസത്തിന് തന്നെ ക്ഷണിക്കാൻ തീരുമാനിച്ചതിന് നല്ല പ്രഹരം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ പ്രഹരം കൊടുക്കാതിരുന്നത് എന്താ,
ആ പ്രഹരം കൊടുത്താൽ എന്താവും? സുലൈഖയെ യൂസുഫ് നബി അടിച്ചാൽ യൂസുഫ് നബി അങ്ങോട്ടാണ് എന്ത് ചെയ്തത്? അവരെ ശാരീരികമായി ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചത് എന്ന പ്രചരണത്തിന് തെളിവായി മാറും അത്. അപ്പൊ അത് മാറാതിരിക്കാനാണ് എന്ത് ചെയ്തത്? തെളിവുകൾ പ്രത്യക്ഷപ്പെട്ട് അടിക്കരുത് എന്ന് പറഞ്ഞത് എന്നും ഇവിടെ വ്യാഖ്യാനമുണ്ട്. ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലസീൻ, യൂസുഫ് നബി അലൈഹി സ്വലാം നമ്മുടെ ആത്മാർത്ഥതയുള്ള അടിമകളിൽപ്പെട്ടയാളാണ്. അങ്ങനെ വസ്തബഖൽ ബാബ, രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചപ്പോൾ നിർബന്ധപൂർവ്വം പിടിച്ചു വലിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം കൈവിടുവിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പിന്നാലെ ആരും ഓടി? സുലൈഖയും ഓടി. അങ്ങനെ ഖദ്ദത്ത് ഖമീസഹു മിൻ ദുബുരിൻ, കുപ്പായത്തിന്റെ പിൻഭാഗത്ത് നിന്ന് കുപ്പായം കീറി, അതായത് കുപ്പായത്തിൽ പിടിച്ച് തന്നെ അങ്ങോട്ട് തന്നെ വലിച്ചപ്പോൾ കുപ്പായം കീറിപ്പോന്നു. അങ്ങനെ കുപ്പായവും കീറിയിട്ട് വീണ്ടും ഓടുമ്പോൾ വാൽഫയാ സയ്യിദ് ഹാലദൽ ബാബ്, വാതിൽക്കൽ വെച്ച് യജമാനനെ അഥവാ അവിടുത്തെ സുലൈഖയുടെ ഭർത്താവിനെ അവർ രണ്ടുപേരും കണ്ടു. മുഖാമുഖം കണ്ടപ്പോൾ ഭാര്യയുടെ അടവ് മാറ്റി അവർ പറഞ്ഞു, കാലത്ത് അവർ പറഞ്ഞു, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് മോശമായ ഒരു സംഗതി ഉദ്ദേശിച്ച ആൾക്ക് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കുക? ഇല്ലാ യുസ്തൻ, അദ്ദേഹത്തെ ജയിലിലടക്കുകയോ അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന മറ്റു ശിക്ഷകൾ നൽകുകയോ അല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്നെ കയറിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണിവൻ, അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഹിയ റാവദത്നി അൻ നഫ്സി, ഞാൻ അങ്ങോട്ടല്ല, അവരെന്നെ ഇങ്ങോട്ടാണ് വശീകരിക്കാൻ ശ്രമിച്ചത്. ഇവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അതിനു മുമ്പ് യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്നും പറയാൻ പോയിട്ടില്ല. പക്ഷെ താൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അവരവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മറുപടിയായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അത് പറഞ്ഞതാണ്. അത് പറഞ്ഞ സമയത്ത് വശഹിദ ഷാഹിദു മിൻ അഹ്ലിഹ, സുലൈഖയുടെ കുടുംബത്തിൽ തന്നെ ഒരു സാക്ഷ്യം വഹിച്ചു. ആ സാക്ഷി ആരാണ്? അവരുടെ പിതൃവ്യപുത്രനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ തന്നെ മറ്റൊരു അഭിപ്രായം കൂടെയുണ്ട്. ആ സാക്ഷിയായിട്ടുള്ളത് അവിടെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായിരുന്നു, സംസാരിക്കാൻ പ്രായമാകാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടി അവിടെ ഈ പ്രവാചകരുടെ പരിശുദ്ധി വ്യക്തമാക്കാൻ വേണ്ടി സംസാരിച്ചതാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ സാക്ഷ്യം വഹിച്ച ആള് പറഞ്ഞത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുൽ, ഇവിടെ രണ്ടാളും മൽപ്പിടുത്തണ്ടായിട്ട് കുപ്പായം കീറിയിട്ടുണ്ടല്ലോ, ആ കുപ്പായം കീറിയത് മുൻഭാഗത്തു നിന്നാണ് കീറിയതെങ്കിൽ ഫസദഖത്ത്, സുലൈഖ പറയുന്നതാണ് ശരി. അതായത് അങ്ങോട്ട് ആക്രമിക്കാൻ യൂസുഫ് നബി പോയതാണ്. വഹു മിനൽ കാദിബീൻ, യൂസുഫ് നബി കള്ളം പറയുന്നവരിൽപ്പെട്ട ആളുമാണ്. ഇനി വൈകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, പിൻഭാഗത്തു നിന്നാണ് കുപ്പായം കീറിയിട്ടുള്ളതെങ്കിലോ യൂസുഫ് നബി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ ഓടിപ്പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഫകദബത്ത് അവർ പറയുന്ന സുലൈഖ പറയണമെന്നോണ വഹു മിനസ് സാദിഖീൻ, യൂസുഫ് നബി സത്യം പറയുന്നവരിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കാമെന്ന്. അങ്ങനെ ഫലമ്മാറ ആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, കുപ്പായം പിൻഭാഗത്തുനിന്ന് കീറിയതായിട്ട് കണ്ടപ്പോൾ കാല ഖത്ഫീർ പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന അലീം, നിങ്ങളുടെ കുതന്ത്രം കുതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കാനും ആളുകളെ കുഴപ്പത്തിലാക്കാനും നിങ്ങൾക്ക് ധാരാളം ശേഷിയുണ്ട് എന്നർത്ഥം. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, യൂസുഫ് നബിയെ അയരുത് അൻഹാദ, ഇതിനെ തൊട്ട് നിങ്ങൾ പിന്തിരിയുക, തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഇതാരോടും പറയുകയോ ഇതൊരു ചർച്ചയാക്കുകയോ ഒന്നും വേണ്ട. അവരുടെ ബുദ്ധിമോശം കൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്തു പോയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് മസ്തഗ്ഫിരി ലി ദംബിക്കി, സുലൈഖയോട് പറഞ്ഞു, നിന്റെ തെറ്റിന് നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോ, കാരണം ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, നീ അബദ്ധം ചെയ്തവരിൽപ്പെട്ട ആളാണെന്നുള്ള ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വം തെളിയുകയും സുലൈഖയാണ് അവിടെ അപരാധം ചെയ്തത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ തെറ്റിലേക്ക് പോകാനുണ്ടായപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം അവന്റെ ഇഷ്ടത്തിനും വേണ്ടി, അതേപോലെ തന്നെ തനിക്ക് സൗകര്യം ചെയ്തു തന്നവർക്കുള്ള നന്ദി രേഖപ്പെടുത്താനുമൊക്കെ ധർമ്മബോധം സംരക്ഷിച്ച യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ധർമ്മനിഷ്ഠയാണ് ഇവിടെ തെളിയുന്നത്. അള്ളാഹു നമുക്കും അതിന് ഭാഗ്യം നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.